ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കരം സിനിമ കണ്ട് ഇറങ്ങിക്കാണ് ഈ നമ്മുടെ മാസ് തിയേറ്ററിൽ നിന്ന്. പടത്തെ പറ്റി പറയാവുന്നത് വിനീത് ശ്രീനിവാസിൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമ എന്ന് തന്നെ പറയാം. ശ്രീനിവാസിൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമ. ഇങ്ങനത്തെ സിനിമകൾ അയാൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എടുക്കാൻ അയാൾക്ക് പറ്റില്ല. ആ രീതിയിലാണ് ട്രെയിലർ എല്ലാം അപ്രോച്ച് ചെയ്തേക്കുന്നത്. ഇനി സിനിമയിൽ എനിക്ക് പറയണേക്കാളും മുന്നേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഇതിനെ പറ്റി പറയണം. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അറിയാലോ നിങ്ങൾക്ക് ചെയ്തേക്കുന്നത്. ഈ പറയുന്നതിൻ്റെ ആൾക്കാർ ഈ പറയുന്ന സെയിം ടീം തന്നെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ. പിന്നെ ത്രില്ലർ സിനിമയിൽ 2-3 പാട്ടുകൾ അനാവശ്യമായിട്ട് 2-3 പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിലെ പോരായ്മകൾ ഞാൻ പറയാം. ഇതിലിപ്പോൾ ജോമോൻ ടി ജോൺ എന്ത് പറ്റി, എങ്ങനെയാണ് ഈ പടം ജോമോൻ ടി ജോണൊക്കെ എടുത്തു വെച്ചേക്കുന്നത്? ആളാണ് എടുത്തു വെച്ചേക്കുന്നത്, ഒരു ഇതിലും പറയില്ല. അങ്ങനത്തെയാണ് ഈ പടത്തിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്, പശ്ചാത്തല സംഗീതം ഗോപി സുന്ദറിൻ്റെ. കുറച്ച് റാപ്പ്, ആറാട്ടിൻ്റെ കുറച്ച് റാപ്പ് ഉണ്ട്. ഇടിയുടെ സമയത്ത് ആറാട്ടിൻ്റെ കുറച്ച് റാപ്പ് കയറി വരും. ഇനി കഥയിലേക്ക് നമുക്ക് ചുരുക്കത്തി കടന്നു കഴിഞ്ഞാൽ, കഥ ഏകദേശം ഇന്ത്യയിലാണ്. ഒരു സ്ട്രൈക്കുമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് ഒരു ഇതിനെ പുറത്താക്കുന്നു, ആർമിയിൽ നിന്നും പുറത്താക്കി വരുന്ന ആൾ, അയാൾക്കൊരു ഗേൾ ഫ്രണ്ട്. പിന്നീട് കഥ എന്നൊക്കെ നടക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ ലെനാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നീട് അതുള്ള കഥകൾ അവിടെ വെച്ചിട്ടാണ് കാമുകിയുടെ അടുത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് ഉണ്ടാവുന്നത്. അവിടെ ഈ പറയുന്ന പെൺവാണിഭം മുതൽ ഈ മനുഷ്യാവയവങ്ങൾ കടത്തി, ഇതൊക്കെ നമ്മൾ കണ്ടു പറഞ്ഞ കേസുകളാണ്. അപ്പോൾ അവർക്ക് അവിടെ അത്രയും കോണ്ടാക്ട്സ് ഉണ്ടാവുമല്ലോ എല്ലാ രീതിയിലും. എന്നിട്ടൊന്നും ഇവരെ പിടിക്കാനോ ചേസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ അഭിനയിച്ചതിൽ ബാബുരാജ് അലമ്പ് തമാശകളാണ് കേൾക്കുന്നത്. ജോമോൻ ടി ജോൺ എന്നല്ല പറയാ, നമ്മുടെ ഉള്ള പേര് മനോജ് കാജിയൻ ഒന്നുമില്ല പ്രത്യേകിച്ച് ചെയ്യാൻ. പിന്നെ ശ്വേതാമേനോ എന്നായിട്ട് വിദേശകാര്യ മന്ത്രിയായിട്ട് ബാഹുബലിയിലെ മറ്റേ അമ്മയുടെ റോളിൽ പോലെ ഇരിക്കുന്നത്. അല്ല, ബാഹുബലി അല്ല, KGF ഇല്ലേ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നത്. അതേപോലെയുള്ള ഒരു സാരി എടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇല്ല. ആരുടെ രീതിയിലും അഭിനയത്തിലായാലും യാതൊരുവിധ പെർഫെക്ഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഈ പടം ഒന്നും തിയേറ്ററിൽ ഓടാൻ പോകുന്നില്ല. ഇത്രയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഷാജുണ്ണൊരു ഡയലോഗ് ഇറക്കുന്നുണ്ട്, നമ്മുടെ ലൂസിഫറിലിറക്കിയ വാടാ എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഇറക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പടത്തിൻ്റെ ഒരു പറയുന്ന കേസുകൾ. പിന്നെ എന്താ പറയുക, കണ്ടിറങ്ങി കാശ് പോയി, ഇത്ര തന്നെയുള്ളൂ. സോ ഞാൻ ഈ പടം തന്നെ റെക്കമെൻഡ് ചെയ്യാം. ഈ മുൻ വീഡിയോകളൊക്കെ നോക്കിക്കോ, എൻ്റെ പടങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂടി വീഡിയോ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ